സിനിമ കാണുന്ന അത്ര സമയവും ഓരോ സീനുകളും ആകാംക്ഷയോടുകൂടി കാണാനായി നമ്മളെ പ്രേരിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ യാഥാർത്ഥ്യത്തെ നമ്മളെ കൊണ്ട് തന്നെ ചോദ്യം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള സയൻസ് ഫിക്ഷൻ ഫിലിമാണ് ജീവയും പ്രിയ ഭവാനി ശങ്കറും പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന ബ്ലാക്ക് എന്ന ഈ ഒരു സിനിമ. ഇന്ന് നമുക്ക് ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയാലോ? അപ്പോൾ ഈ ഒരു പ്രധാന വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് പ്രതിമാസം 2000 രൂപ പോലൊരു തുക നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു പുതിയ അവസരവുമായിട്ടാണ് ICICI പ്രൊഡൻഷ്യൽ ലൈഫ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരുടെ പുതിയ NFO ആയിട്ടുള്ള മിഡ് സ്മോൾ ക്യാപ് 400 മൊമെൻറ്റം ക്വാളിറ്റി 100 ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡിസംബർ 1 വരെയാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അറിയാനായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് 150 മിഡ് ക്യാപ്പ് കമ്പനികളിൽ നിന്നും 250 സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച 50 മിഡ് ക്യാപ്പ് കമ്പനികളിലും 50 സ്മോൾ ക്യാപ്പ് കമ്പനികളിലുമാണ്. ഈ ഫണ്ടിൽ ഫണ്ട് മാനേജറുടെ റോള് കുറവാണ്. കാരണം മൊമെൻറ്റം ക്വാളിറ്റി വാല്യൂ അനുസരിച്ചാണ് നിക്ഷേപം നടക്കുക. അതുകൊണ്ട് തന്നെ മാനുഷികമായ തെറ്റുകൾ, പക്ഷഭേദം ഒന്നും വരില്ല. ഈ ഇൻഡെക്സിൻ്റെ മുൻകാല റിട്ടേൺസ് നോക്കിയാൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിലായിട്ട് 33.6%, 22.5% റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഈ സെയിം ഇൻഡെക്സ് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ NFOയും ഇതുപോലത്തെ റിട്ടേൺസ് തന്നെ തരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2014 ഈ NFOയിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് 7.6 ലക്ഷം ആയേനെ. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് NAV 10 രൂപയാണ്. ഇത് NRI സുഹൃത്തുക്കൾക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രതിമാസം 18,000 രൂപയൊക്കെ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ 3 കോടി വരെ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത കമ്പനി പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഡിസംബർ 1 വരെയാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ഓപ്ഷനായി നിക്ഷേപിച്ചാൽ നിക്ഷേപിച്ച പണം പോവില്ല എന്ന ഉറപ്പും കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക, വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ സിനിമയുടെ ലോകത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്കിതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അതുകൊണ്ട് ഇവിടം തൊട്ട് അങ്ങോട്ട് സിനിമ കണ്ടവർ മാത്രം കാണുക. ആദ്യം തന്നെ കാണിക്കുന്നത് 1964 കാലഘട്ടത്തിലെ ഒരു സംഭവമാണ്. ഈ സംഭവത്തിലും ഈ സിനിമയിൽ ഉടനീളമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് അവിടെയുള്ള ആ ഒരു മാലാഖയുടെ സ്റ്റാച്ചു, ആ ഒരു ഏഞ്ചൽ സ്റ്റാച്ചു. അതായത് ആദ്യം തന്നെ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും 1964 എന്താ പറയുക, ഒരു കപ്പിളിനെ ഒളിച്ചോടാൻ സഹായിക്കുന്ന ഒരു കൂട്ടുകാരനെയാണ്. എന്നാൽ അങ്ങോട്ട് പോകുമ്പോൾ ഇവരുടെ വഴി മുടക്കി ഈ ഒരു സ്റ്റാച്ചു നിലത്ത് കിടക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റാച്ചുവിലേക്ക് സൂം ചെയ്യുന്നത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ സിനിമയിൽ ഈ സ്റ്റാച്ചുവിനൊരു പ്രധാന ഭാഗം ഉണ്ട്, ഒരു പ്രധാന പങ്കുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്, ഈ ഒളിച്ചോടാൻ സഹായിക്കുന്ന വ്യക്തിക്ക് ആ കൂട്ടത്തിലുള്ള പെൺകുട്ടി എടുത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ എന്താ പറയുക, ഒളിച്ചോടാൻ പോവുകയാണ് എന്നുള്ള ചിന്തയൊക്കെ വന്നപ്പോഴത്തേക്കും അവരെ രണ്ടുപേരെയും തീർത്ത് കളയണം എന്നൊരു ചിന്തയൊക്കെ ഇയാൾക്ക് വരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു വാക്കല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു റിവർബിങ് ആയിട്ടുള്ളൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഇയാളുടെ വീട്ടിൽ ഇവരെ താമസിപ്പിച്ചേക്കുന്ന മുറിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. പോയി നോക്കുമ്പോൾ രണ്ടുപേരെയും ആരോ തീർത്തിട്ടേക്കുന്നു. അപ്പോൾ ആരാണ് ഇവരെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇയാളുടെ മനസ്സിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമയുടെ ഫ്യൂച്ചർ കാലഘട്ടത്തിലേക്ക് വരുന്നത്. അതായത് 2024 എന്ന് പറയുന്ന ആ ഒരു ടൈം ലൈനിലോട്ട് വരുന്നത്. ഇവിടെ ജീവയുടെ കഥാപാത്രമായിട്ടുള്ള വസന്തിൻ്റെയും അതുപോലെ തന്നെ പ്രിയ ഭവാനി ശങ്കറിൻ്റെ കഥാപാത്രമായിട്ടുള്ള ആരണ്യയുടെയും ലൈഫ്, അതുപോലെ തന്നെ അവരുടെ ബേസിക് ക്യാരക്ടേഴ്സ് എല്ലാം അതിമനോഹരമായി ഒരു ചെറിയ സെക്ഷനിലൂടെ ഡയറക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരു വെക്കേഷൻ എന്നതുപോലെ തങ്ങൾ മാറി താമസിക്കാൻ പോകുന്ന വീട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്ക് താമസിക്കാമെന്ന് പറഞ്ഞു പോകുന്നു. അവിടെ വെച്ചാണ് ഇവർക്ക് അവരുടെ ചുറ്റുപാടിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. ഇവരുടെ ഈ ഒരു സ്ഥലത്തുള്ള അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ഈ കാറിൽ ഡ്രൈവ് ചെയ്ത് ഈ വില്ലയിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. ആ ജംഗ്ഷനിൽ നേരത്തെ 1964 ആ സൂപ്പർ മൂൺ വന്നൊരു ദിവസം, ആ സൂപ്പർ മൂൺ വന്ന അതേ ദിവസം അവിടെ ആ പണ്ട് കാലത്ത് ആളുകൾ കണ്ട ആ 3 പേര് കണ്ട ആ ഒരു എന്താ പറയുക, മാലാഖയുടെ സ്റ്റാച്ചു, ആ മാലാഖയുടെ പ്രതിമ ഇപ്പോൾ അവിടെ ജംഗ്ഷനിൽ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് വസന്തിൻ്റെ ലൈറ്റർ കാറിനുള്ളിൽ വീണു പോവുകയും അതെടുക്കാനായിട്ട് കുനിയുമ്പോഴത്തേക്കും ഈ സ്റ്റാച്ചുവും കൂടെ കണ്ട സമയത്ത് എന്തൊക്കെയോ വിഷ്വൽസ് വസന്തിൻ്റെ മൈൻഡിലേക്ക് വരുന്നു.
അപ്പോൾ ഇതിൻ്റെ കാരണമായി വസന്ത് പറയുന്നത് നേരത്തെ ഞാനിത് എവിടെയോ കണ്ടതുപോലെ. അപ്പോൾ അതൊരു ദേജാവു ആയിരിക്കും എന്നെല്ലാം പറഞ്ഞു കളയുന്നു. അപ്പോൾ ഇവരാ ഒരു വില്ലയിലെത്തുന്നു. ആ വില്ലയിൽ ആദ്യമായിട്ട് താമസിക്കാൻ വന്നത് ഇവരാണെന്ന് പറയുന്നു. അവിടെ വന്ന ആളിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നു ഈ ഒരു സ്റ്റാച്ചു കാലങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കോസ്റ്റൽ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ വീണു പോവുകയും പിന്നെ പലതവണ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോഴും ഈ സ്റ്റാച്ചു അവിടെ തന്നെ വന്ന് വീഴുന്നു. അപ്പോൾ അതൊരു ഡിവൈൻ ഇൻ്റർവെൻഷനായി കണ്ട് ഇവർ അവിടെ തന്നെ ഈ ഒരു സ്റ്റാച്ചുവിനെ നിർത്തുകയാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കാരണം ഈ സ്റ്റാച്ചു ഇപ്പോൾ എന്താ പറയുക, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ മുക്കിൽ ഈ കടയുടെ അടുത്താണ് എനിക്ക് പോകേണ്ട സ്ഥലം എന്ന് നമ്മൾ ഓർത്ത് വയ്ക്കത്തില്ലേ, അതുപോലെ ഒരു ഫിക്സഡ് പോയിൻ്റ് മാത്രമാണ് ആ സ്റ്റാച്ചു. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. അങ്ങനെ ഇവരുടെ ആ ഒരു ദിവസം കടന്നു പോകുന്നു. ഇവർ രണ്ടുപേരും അവരുടെ അവിടെ സെറ്റിലൊക്കെ ചെയ്ത് റെഡിയായി വന്നപ്പോഴത്തേക്കും പെട്ടെന്നാണ് ഇവിടെ അസ്വാഭാവികമായിട്ടുള്ള 2-3 കാര്യങ്ങൾ നടക്കുന്നത്. ആദ്യത്തെ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ആരയച്ചു എന്നറിയാൻ വയ്യാതെ ഇവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഫോട്ടോ വരെയാണ്, ഒരു പെയിൻറ്റിങ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം രാത്രി ഇവരുടെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് ഓടിക്കറി വരികയാണ്. എന്തിനാണ് നീ വിളിച്ചത്, എന്താണ് നിൻ്റെ കൺഫ്യൂഷൻ, ഇത്രയും ലേറ്റായിട്ട് നീ എന്തിനു വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഓടിക്കറി വരുന്നത്. ഈ സമയത്ത് എന്താ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും വസന്തും ആരണ്യയും ഇദ്ദേഹത്തെ വിളിച്ചതായിട്ടൊരു ഓർമ്മ അവർക്കില്ല. പക്ഷെ അയാൾ പറയുന്നു ഈ പുള്ളിക്കാരനെ അവർ വിളിച്ചു വന്നു. പിന്നെ ഇവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം ഇദ്ദേഹം ഈ ഒരു കൂട്ടുകാരൻ പുറത്തോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ വാച്ച് ഒന്ന് സെറ്റ് ചെയ്യും, വാച്ച് തെറ്റിയാണ് സമയം കാണിച്ചേക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാച്ചിൽ സമയം 11:08 ആവുന്നതേ ഉള്ളൂ വസന്തിൻ്റെ വീട്ടിൽ. എന്നാൽ കൂട്ടുകാരൻ ഡ്രൈവ് ചെയ്ത് പുറത്തു പോയപ്പോഴത്തേക്കും അയാളുടെ ഫോണിൽ സമയം കാണിച്ചിരിക്കുന്നത് 2:30. വസന്ത് വിളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് കോളേഴ്സ് ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും വസന്ത് വിളിച്ചേക്കുകയും ചെയ്യുന്നു. എന്നാൽ വസന്ത് വിളിച്ച സമയമാകട്ടെ 12:30. അതായത് വസന്ത് 12:30 രാത്രി 12:30 ഇവനെ വിളിച്ചേക്കുന്നു, 2:30 ഇവനിവിടെ വന്നിട്ട് പോകുന്നു. പക്ഷേ വസന്തും ആരണ്യം താമസിക്കുന്ന ആ ഒരു വില്ലയ്ക്കകത്ത് അപ്പോഴും സമയം രാത്രി 11:08 ആയിട്ടേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പം ഇവർക്ക് ടോട്ടൽ കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കറണ്ട് പോവുകയും കറണ്ട് പോയിട്ട് അത് സ്വിച്ച് ഓൺ ആക്കാനായിട്ട് ഇവർ പുറത്ത് പോകുമ്പോഴത്തേക്കും ഈ സൂപ്പർ മൂൺ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കറണ്ട് പോകുന്ന സമയത്തിലാണ് പേരിൻ്റെ ടൈറ്റിലുള്ള ബ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് ഇവരുടെ ഡ്രൈവ് വേയിൽ ഈ ഒരു വരുന്ന വഴിക്ക് വരുന്നത്. അങ്ങനെ ഇവർ പോയി ഈ ഒരു ജനറേറ്റർ ഓണാക്കുന്ന സമയത്ത് ആരണ്യ അവിടെ ആരോ വന്ന് എത്തി നോക്കിയിട്ട് പോകുന്നത് പോലെയൊക്കെ കാണുന്നു. അങ്ങനെ പല സംഭവങ്ങൾ. എന്നാൽ ഇതിനെ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവർ നോക്കുമ്പോൾ ഇവരുടെ ഓപ്പോസിറ്റ് വീട്ടിൽ എന്താ പറയുക, ഒരു ലൈറ്റ് ഇട്ടേക്കുന്നു, ആളുകൾ താമസിക്കുന്നു. അതാരെന്നറിയാനായിട്ട് പോയി നോക്കാനായിട്ട് വസന്ത് ആദ്യം ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഈ ബ്ലാക്ക് ഏരിയ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അത്രയും നേരവും ലൈറ്റ് ഇട്ടിരുന്ന ആ വീട്ടിലെ ലൈറ്റ് ഓഫ് ആയിരിക്കുന്നു. പിന്നെ ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ ഈ ബ്ലാക്ക് സ്ട്രിപ്പിലൂടെ കയറി ഇറങ്ങി ആ വീട്ടിൽ പോകുമ്പോൾ ഇവർക്ക് കാണാൻ കഴിയുന്നത് ഇവരെ പോലത്തെ തന്നെ 2 പേർ അതിൻ്റെ അകത്തിരിക്കുന്നു. അങ്ങനെ പലതവണ ഈ ബ്ലാക്ക് സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങുമ്പോഴത്തേക്കും ഇവർ ചെന്ന് കയറുന്ന വീട് വരെ വേറെ വീടുകളാകുന്നു എന്നവർക്ക് തോന്നുന്നു. കാരണം ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും ഇവരുടെ വീടെന്നും പറഞ്ഞ് ഒരു കയറി ചെല്ലുന്നതാണ്, പക്ഷേ അവിടുത്തെ കാര്യങ്ങളൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന നോക്കുമ്പോൾ വേറെ വീട്ടിലെ പല സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്? നമുക്ക് ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഈ സിനിമ കാണാത്തവരിപ്പോൾ, ഞാൻ വീണ്ടും പറയുന്നു, സിനിമ കാണാത്തവരിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് പോയി സിനിമ കണ്ടിട്ട് വന്ന് കാണൂ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഓരോ തവണ ഇവരവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഇവരുടെ കൗണ്ടർ പാർട്ട് എന്താണ് ചെയ്യുന്നത്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന പല കാര്യങ്ങൾ കാണുന്നു. അങ്ങനെ ഏറെക്കുറെ വസന്തിന് കാര്യം മനസ്സിലായി. സംഭവം എന്തെന്ന് വെച്ചാൽ ഇതൊരു ഒരേ സമയത്ത് പാരലായിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കാം എന്നൊരു കൺഫ്യൂഷൻ ആദ്യം വസന്തിനുണ്ടായി. പിന്നെ വസന്ത് വിചാരിച്ചു ഓക്കെ ടൈം ലൈൻ ബേസ് ചെയ്താണെന്നും പറഞ്ഞ് ഇവർ വസന്ത് ഒരു പേപ്പറിൽ ടൈം ലൈനൊക്കെ എഴുതി കൂട്ടിയപ്പോഴത്തേക്കും ആരണ്യ ആ ഒരു നോട്ട് പാഡ് എടുത്ത് തിരിച്ചു നോക്കിയപ്പോൾ പലതവണ അത് നേരത്തെയുള്ള ടൈം ലൈനുകളിൽ ഇതേ സാധനങ്ങൾ അവർ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ടൈം ട്രാവലാണോ, ടൈം ലൂപ്പാണോ, പാരലൽ റിയാലിറ്റി ആണോ? ടോട്ടൽ കൺഫ്യൂഷൻ. അങ്ങനെ വസന്തിന് ഏറെക്കുറെ കാര്യം മനസ്സിലാവുന്നുണ്ട്. കാരണം കാറിൽ കൂടെ എസ്കേപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ പോലും ഈ ബ്ലാക്ക് സ്ട്രിപ്പ് കഴിയുമ്പോഴത്തേക്കും അവരൊരു ലൂപ്പ് പോലെ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരിക. അങ്ങനെ വസന്തിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, ഓരോ തവണ ആ ബ്ലാക്ക് സ്ട്രിപ്പ് നേരത്തെ കറണ്ട് പോയിട്ട് വന്നപ്പോൾ അവിടെ ഉണ്ടായ ആ ഒരു ബ്ലാക്ക് സ്ട്രിപ്പിൽ കൂടെ ഓരോ തവണ വസന്ത് കയറി ഇറങ്ങുമ്പോഴും വസന്ത് കയറുന്നത് ഒരു ടൈം ലൈനിലായിരിക്കും, പക്ഷെ പോകുന്നത് മറ്റൊരു ടൈം ലൈനിലായിരിക്കും. ആ ടൈം ലൈനിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം അവർ പക്ഷേ അവർ ചെയ്തേക്കുന്നത് എന്നൊക്കെ വസന്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് സിനിമയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള 2 ക്രോസിങ് അവർ ചെയ്യുന്നത്. അതായത് ഈ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് ക്രോസ് ചെയ്യുന്ന 2 തവണയാണ് മെയിൻ ആയിട്ടുള്ളത്. ആദ്യത്തെ ക്രോസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വസന്തും ആരണ്യയും കൂടെ ഈ ബ്ലാക്ക് സ്ട്രിപ്പിൽ കൂടെ കയറി അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കുമ്പോൾ വസന്ത് മാത്രം കാണുന്നൊരു കാഴ്ച എന്താണ്? ആരണ്യയും വസന്തും കൂടെ വഴക്ക് കൂടുന്നു. ആരണ്യ
നിലത്ത് വീണും ബോധം കെടുന്നു. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന വസന്ത്. ഇത് അരണ്യോട് വസന്തിന് പറയാൻ വയ്യ. അപ്പോൾ ഇത് പുള്ളിക്കാരി കണ്ടു. പക്ഷേ ഇത് കണ്ടപ്പോൾ പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവുകയാണ്. ഇത് എന്താ സംഭവിക്കുക, ഞാനൊരിക്കലും പുള്ളിക്കാരി അടുത്ത് അങ്ങനെ ചെയ്യത്തില്ല എന്നൊരു ചിന്തയൊക്കെ വരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ കയറി പോയിട്ട് ഓക്കെ എന്താ പറയുക, നമ്മളിപ്പോൾ സമയം എത്ര മണിയാണ്, ഈ സമയത്തിലാണ് അവിടെ നമ്മൾ രണ്ടിലൊരു അടി ഉണ്ടായത്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ കടന്നു കിട്ടിയാൽ, അല്ലെങ്കിൽ ഈ സ്ട്രിപ്പിൽ കൂടെ കയറി ആ ഒരു വഴക്ക് നടക്കുന്നതിന് ശേഷമുള്ളൊരു സമയത്തിലേക്ക് നമുക്ക് പോയാൽ ആ ഒരു ഈവൻറ്റ് നമുക്ക് ഒഴിവാക്കാം എന്നൊരു ഐഡിയ വസന്ത് പറയുന്നു. അതായത് 2:30-ക്കാണ് വസന്തും ആരണ്യയും കൂടെ ഫൈറ്റ് ചെയ്ത് ആരണ്യ ബോധം കെട്ട് വീണതെങ്കിൽ 2 മണിക്കാണ് വസന്ത് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു സ്ട്രിപ്പിൽ കൂടെ കയറി ഇറങ്ങി 2:30 എന്ന് പറയുന്ന സമയം 2 പേർക്കും കൂടെ ഒരുമിച്ച് കടന്നു കിട്ടിയാൽ ഈ ഒരു എന്താ പറയുക, ആരണ്യയ്ക്ക് ബോധം കെട്ട് വീഴേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലല്ലോ എന്നൊരു ഐഡിയ വസന്ത് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഈ ബ്ലാക്ക് സ്ട്രിപ്പ് കടന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയപ്പോഴത്തേക്കും ഇപ്പോഴുവഴി കാണുന്ന കാഴ്ച ഇതാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ തവണ. ഈ രണ്ടാമത്തെ തവണ എന്താണ് വസന്ത് ചെയ്യുന്നത്? നേരത്തെ വസന്തിനൊരു ഫോൺ കോൾ വന്നതുപോലെ അതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്ക് ഫോൺ കോൾ വരുന്നു. പക്ഷേ ഫോൺ കോൾ വന്ന് വസന്ത് ടെറസിൽ പോയി സംസാരിക്കുന്ന സമയം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന വസന്ത് നമ്പർ 2, ഈ വസന്ത് നമ്പർ 2 ഫോൺ ചെയ്യാനായിട്ട് ബാൽക്കണിയിലോട്ട് പോയപ്പോഴത്തേക്കും വസന്ത് പ്രൈം, അതായത് നമ്മുടെ മെയിൻ വസന്ത്, പുള്ളിക്കാരൻ ഒരു കുലുക്കവുമില്ലാതെ, ഒരു ടെൻഷനുമില്ലാതെ, ഒരു പേടിയില്ലാണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ പോയി ആ വസന്ത് സംസാരിക്കുന്നത് എന്തിനാണ്? നേരത്തെ നമ്മൾ കണ്ടത് ആരണ്യയുടെ പെർസ്പെക്റ്റീവിലാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ മെയിൻ വസന്ത് സംസാരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ബോസിനോടാണ്. എന്നാൽ ഇവിടെ ഈ ഒരു വസന്തിൻ്റെ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് ഇപ്പോൾ സംസാരിക്കുന്ന വസന്ത് ഉണ്ടല്ലോ, വസന്ത് നമ്പർ 2, ഈ വസന്ത് നമ്പർ 2 സംസാരിക്കാനായിട്ട് പോയ സമയത്ത് ഇവർ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ പെയിൻറ്റിങ് അയച്ചത് വന്നിട്ട്, ഒരു പെയിൻറ്റിങ് അവരുടെ വീട്ടിൽ വന്നല്ലോ, അത് ആരാണ് അയച്ചതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പെയിൻറ്റിങ് ഇവർക്ക് അയച്ചത് വന്നിട്ട് ആരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് വസന്തിന് വളരെ മോശമായിട്ടുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഈ സമയത്ത് വസന്ത് അന്തം വിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. കാരണം ഇയാൾ ശരിക്കും അപ്പുറത്ത് ഈ യഥാർത്ഥ ടൈം ലൈനിൽ ഇയാൾ ശരിക്കും പോയി സംസാരിച്ചത്, നമ്മുടെ മെയിൻ വസന്ത് ശരിക്കും പോയി സംസാരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ബോസിനോടല്ല, ഈ എന്താ പറയുക, രഹസ്യബന്ധമുള്ള ഈ ഒരു സ്ത്രീയോടായിരുന്നെങ്കിൽ വസന്തിന് അപ്പം പറയാമല്ലോ ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് പൊക്കളയാന്ന്. വസന്ത് വളരെ റിലാക്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് വസന്തിന് മനസ്സിലാവുകയാണ്, അപ്പോൾ എൻ്റെ റിയാലിറ്റിയിൽ ഞാൻ ചെയ്തതല്ലാത്ത കാര്യങ്ങളും ഇവിടെ ഉണ്ടാകുന്നു എന്ന്. ഇയാളിത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്യാപ്പിൽ ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെയാണല്ലോ പുള്ളിക്കാരി കടന്നു പോകുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ആ ബ്ലാക്ക് സ്ട്രിപ്പിൽ കൂടെ കയറി ഇറങ്ങുന്നു. ആരണ്യയുടെ പിന്നാലെ വസന്ത് ഓടി ചെന്നപ്പോഴത്തേക്കും വസന്ത് മാത്രമേ അപ്പുറത്തെത്തുന്നുള്ളൂ. ഇവിടെ നിന്നാണ് ടേണിംഗ് പോയിൻ്റ്. പിന്നെ പല പല സംഭവങ്ങളുണ്ടാകുന്നു. വസന്ത് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് തിരിച്ച് ആരണ്യയുടെ വീട്ടിലേക്ക് എത്താനായിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ അന്നത്തെ ദിവസം രാവിലെ ഇവർ വന്നപ്പോൾ വസന്തിനൊരു ദേജാവു ഉണ്ടായല്ലോ. ഈ ഒരു ഏഞ്ചൽ സ്റ്റാച്ചുവിൻ്റെ മുന്നിൽ വെച്ചൊരു സാധനം എടുക്കാനായിട്ട് കുനിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആ പഴയ കാറ് പോയ ഒരു ദേജാവു, അതേ ദേജാവു, ആ ഒരു സംഭവം എന്തായിരുന്നു, ആ മെമ്മറി എന്തായിരുന്നു എന്ന് വസന്തിന് മനസ്സിലാവുകയാണ്. എന്താണ് ആ ദേജാവിൽ വസന്ത് കണ്ടൊരു കാര്യം വസന്ത് ഇപ്പം ചെയ്യുകയാണ്. എന്താണ്, തൻ്റെ എന്താ പറയുക, കാറിൻ്റെ ഡാഷിലിരുന്ന ഫോൺ നിലത്ത് വീണപ്പോൾ ആ ഫോൺ എടുക്കാനായിട്ട് വസന്ത് കുനിഞ്ഞ സമയത്ത് വസന്ത് ആ ഒരു ഏഞ്ചൽ സ്റ്റാച്ചുവിൽ നോക്കുന്നു. ആ സമയത്ത് ആ കാറ് പോകുന്നു. ഇതാണ് അന്നത്തെ ദിവസം രാവിലെ ഇവർ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ വസന്തിനുണ്ടായ ദേജാവു. വസന്ത് പറയുന്നത്, ഇതാണ് അപ്പം ഞാൻ നേരത്തെ കണ്ടത്, എന്താ സംഭവിച്ചു, ഓക്കെ അയാൾക്ക് എന്തെങ്കിലും വരെയായിരിക്കും, അയാളുടെ പിറകെ പോകാം എന്നും പറഞ്ഞാൽ കാറിൻ്റെ പിറകെ പോകുന്നു. അങ്ങനെ വസന്ത് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനെ ഫോളോ ചെയ്തു, നേരത്തെ എനിക്കൊരു ദേജാവു കണക്കുണ്ടായി നിങ്ങൾ വന്നത്. അപ്പോൾ വസന്തിൻ്റെ അടുത്ത് ഇയാൾ കാര്യം പറഞ്ഞു, നെല്ല് നിനക്ക് മാത്രമല്ല ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത്, എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇയാളുടെ ഭാഗത്തുള്ള കഥ കാണിക്കുന്നു. ആദ്യം പറഞ്ഞല്ലോ, ഇയാളുടെ 2 കൂട്ടുകാരെ ഒളിച്ചോടാനായിട്ട് സഹായിക്കുന്നു. ആ കൂട്ടുകാരിലുള്ള പെൺകുട്ടിയോട് ഇയാൾക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ആ അസൂയയിൽ ഇയാൾക്ക് ഒരേ സമയത്ത് അവരെ രക്ഷിക്കണം, ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട്, ഇവരെ രണ്ടുപേരെ കൊല്ലണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ കൊല്ലണമെന്നുള്ള ആഗ്രഹം കൂടി വന്നപ്പോഴാണ് അവിടെ ആരോ ഫയർ ചെയ്തത്. അതേ സമയത്ത് വസന്തും ആരണ്യം കേട്ട ആ ഒരു സൗണ്ട്, ആ ഒരു വൈബ്രേറ്റിംഗ് സൗണ്ട് ഇദ്ദേഹം കേൾക്കുകയും മോളിൽ കയറി നോക്കിയപ്പോഴത്തേക്കും കൂട്ടുകാരെ എന്തിനടാ നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അങ്ങനെ ആരോ ഓടിപ്പോണ ശബ്ദം കേട്ട് ഇയാൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ആരെയാണ്, തൻ്റെ തന്നെ മറ്റൊരു രൂപത്തെ. അതിൽ നിന്ന് അയാൾ ഫർദർ റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്, അവിടെ അയാൾ ആഗ്രഹിച്ച 2 പോസിബിലിറ്റീസ്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഒരു കപ്പ് ചായ നിങ്ങളെ മുന്നിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾ ചിലപ്പോൾ അതെടുത്ത് കുടിക്കും, നിങ്ങൾ ചിലപ്പോൾ അതെടുത്ത് കുടിക്കാതിരിക്കും, നിങ്ങൾ ചിലപ്പോൾ അതെടുത്ത് കളയും. ഇങ്ങനെ പല സാധ്യതകളുണ്ടല്ലോ. അവിടെ
മനോഹറിനുണ്ടായിരുന്ന 2 സാധ്യതകൾ. ഒന്നെന്ന് പറയുമ്പോൾ കൂട്ടുകാരെ രക്ഷിക്കുക, രണ്ടെന്ന് പറയുമ്പോൾ കൂട്ടുകാരെ കൊല്ലുക. ഈ 2 സാധ്യതകളും അവിടെ അരങ്ങേറിയിരിക്കുന്നു. മെയിനായിട്ടുള്ള മനോഹർ കൊന്നില്ല, കൊല്ലാൻ വേണ്ടി ചിന്തിച്ചതേ ഉള്ളൂ. ആ സമയത്ത് മനോഹറിൻ്റെ മറ്റൊരു വെർഷൻ അവിടെ ഒന്ന് കൊന്നിട്ട് പോയി. ഇതിൽ നിന്ന് മനോഹർ ഒരുപാട് റീസർച്ചും കാര്യങ്ങളും എല്ലാം ചെയ്തപ്പോഴത്തേക്കും ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യവും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ ഒരു വളരെ വിചിത്രമായിട്ടുള്ള സംഭവം അരങ്ങേറിയ ആ സ്ഥലത്താണ് ഇപ്പോൾ വസന്തും അരണിയും താമസിക്കുന്ന ആ വീടെന്ന് വസന്ത് മനസ്സിലാക്കിയെടുക്കുന്നു. ഇവിടെയാണ് ആ ഒരു എക്സ്പ്ലനേഷൻ മനോഹർ ചെയ്യുന്നത്. അതായത് സമയമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും വിചാരിച്ച് വെച്ചേക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്, അല്ലേ? നമ്മളിപ്പോൾ ഒരു സമയം, ഒരു ടൈം ലൈൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് 1 മണി, 2 മണി, 3 മണി, 4 മണി, അങ്ങനെയല്ലേ ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ലേ എഴുതുകയുള്ളൂ. പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലോട്ട് ഒരൊറ്റ പോക്കേ ഉള്ളൂ. നമ്മുടെ ആക്ഷൻസ് അനുസരിച്ച് ഔട്ട്കം വന്ന് ഒരൊറ്റ പോക്കേ ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിച്ച് വെച്ചേക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മോഡേൺ സയൻസിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു സിറ്റുവേഷനിൽ എന്തെല്ലാം ഔട്ട്കംസ് ഉണ്ടാകുന്നുണ്ടോ ആ ഔട്ട്കംസ് എല്ലാം ഒരേ സമയത്ത് പാരലായിട്ടുള്ള പല റിയാലിറ്റികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ചായ, ആ ചായ കുടിക്കുന്ന സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ചായ വെച്ചേക്കുന്നു, നമുക്ക് വേണേൽ ആ ചായ എടുത്ത് കുടിക്കാം, അല്ലെങ്കിൽ ആ ചായ കുടിക്കാതിരിക്കാം, അല്ലെങ്കിൽ ആ ചായ എടുത്ത് കളയാം, അല്ലെങ്കിൽ ആ ചായ ഉണ്ടെന്ന് എണീച്ച് പോവാം. ഈ 4 പോസിബിലിറ്റീസ് ഒരേ സമയത്ത് പല റിയാലിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് റിയാലിറ്റിയിലാണോ നമ്മളിരിക്കുന്നത് അത് മാത്രമാണ് നമ്മുടെ റിയാലിറ്റി. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സമയം 7 മണിയായിട്ട് കൂട്ടിക്കോ. ഓക്കെ, ഒരു ദിവസത്തെ ടൈം ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. 24 മണിക്കൂറുകൾ വരുന്ന ഒരു ടൈം ലൈൻ. ഈ ടൈം ലൈനിൽ 7 മണി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ടൈം ലൈൻ, എ എന്ന് പറയുന്ന ടൈം ലൈനിലുള്ള എൻ്റെ റിയാലിറ്റി. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന ടൈം ലൈനിൽ ഇതിൻ്റെ പാരലായിട്ടുള്ളൊരു പോസിബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സിറ്റുവേഷൻ്റെ പല ഔട്ട്കംസ്, പല സാധ്യതകളുള്ള സംഭവങ്ങൾ പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തൊരു ടൈം ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. ആ ടൈം ലൈൻ വന്നിട്ട് ബി ആണ്. ബി എന്ന് പറയുന്ന ടൈം ലൈനിൽ 7 മണിക്ക് ഇവിടെ വന്നിരുന്നിട്ട് ഒരു പക്ഷേ ഞാനിവിടെ എണീച്ച് പോയിട്ട് വല്ലതും തിന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ സി എന്ന് പറയുന്ന ടൈമിൽ 7 മണി എന്ന് പറയുന്ന പോയിന്റിൽ ഞാനിവിടെ വന്നിരുന്നിട്ട് ചിലപ്പോൾ പേപ്പറിൽ ഇങ്ങനെ പട്ടം ഉണ്ടാക്കി ഇങ്ങനെ ഹായ് എന്നും പറഞ്ഞ് ഇങ്ങനെ എറിഞ്ഞോട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, 7 മണിക്ക് ഇവിടെ വന്നിരുന്നിട്ട് പല പല പോസിബിൾ ഔട്ട്കംസാണ് പറയുന്നത്. അതെല്ലാം ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 7 മണി എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഒരു ഗേറ്റ് വേ നമ്മൾ നിർമ്മിച്ചെന്ന് വിചാരിച്ചോ. ഈ ഗേറ്റ് വേയിൽ കൂടെ ഒരു സിറ്റുവേഷൻ്റെ പല പോസിബിളായിട്ടുള്ള സംഭവങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ്. അതിനെ ഒരു പോർട്ടൽ എന്നാണ് ആദ്യം പറഞ്ഞത്. ഈ പോർട്ടലിന് വേം ഹോൾ എന്നൊരു പേരും പറഞ്ഞു. ഈ വേം ഹോൾ എന്താണെന്ന് എളുപ്പത്തിൽ പറയാനായിട്ട് ഇപ്പോൾ പല ആളുകൾക്കും അറിയായിരിക്കും. ഒരു പേപ്പർ എടുക്കുക, ആ പേപ്പറിൻ്റെ നടുക്കൂടെ ഒരു വരയിടുക, ഇപ്പുറത്ത് എ എന്നിടുക, അപ്പുറത്ത് ബി എന്ന് എഴുതുക. എ എന്ന് ബിയിലൂടെ ഒരു സ്ട്രൈറ്റ് ലൈനല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മാത്രം കൂട്ടിയാൽ മതി. ടൈം ലൈൻ ഒരു സ്ട്രൈറ്റ് ലൈനേ പോകാൻ പറ്റുള്ളൂ, അല്ലേ? എന്നാൽ ഈ പേപ്പർ അങ്ങോട്ട് മടക്കണം. ആ നടുക്കൊരു വരയിട്ടില്ലേ, ആ വരയിട്ട ഭാഗം വെച്ച് ഈ പേപ്പർ മടക്കണം. മടക്കിയതിന് ശേഷം എയുടെയും ബിയുടെയും നടുക്കൂടെ ഒരു ഹോൾ ഇട്ടാൽ, പേന കൊണ്ടൊരു ഹോൾ ഇട്ടാൽ അതാണൊരു വേം ഹോൾ. സ്ട്രൈറ്റ് ലൈനിൽ പോകുന്നതിന് പകരം ഈ ഗേറ്റ് വേയിൽ കൂടെ നമ്മൾ കയറിയാൽ നമ്മൾ ബിയിൽ നടക്കുന്ന റിയാലിറ്റിയിൽ എത്തുന്നു, എയിൽ നടക്കുന്ന റിയാലിറ്റി എത്തും. ഇനി കുറച്ചുകൂടെ കോംപ്ലക്സ് ആക്കാനായിട്ടാണെങ്കിൽ ഇത് സിനിമയുടെ എക്സ്പ്ലനേഷന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. ഇതിങ്ങനത്തെ ഒരു സംഭവമല്ല. ഇതിനെക്കാട്ടിയും കോംപ്ലക്സ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മുടെ സിനിമ മനസ്സിലാക്കാൻ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 4 ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. എ ബി സി ഡി. ഈ എ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു ഹോട്ടലിൽ പോയിരിക്കുകയാണ്. ആ ഹോട്ടലിൽ എ എന്ന് പറയുന്ന റിയാലിറ്റിയിൽ ഞാൻ ചിക്കൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. ബി എന്ന് പറയുന്ന റിയാലിറ്റിയിൽ ഞാൻ പനീർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സി എന്ന് പറയുന്ന റിയാലിറ്റിയിൽ ഞാൻ അവിയൽ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡി എന്ന് പറയുന്ന റിയാലിറ്റിയിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവായിരിക്കും. ഇനി ഇതത്രയും ഇങ്ങനെ മടക്കുക. ആണ്ടേ എ മടക്കി ബി മടക്കി തണ്ടേ അപ്പുറം വന്നു. എന്നിട്ട് സിയുടെ ഭാഗത്ത് കൊണ്ടുവന്നു, ഡിയുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നടുക്ക് കൂടെ ഞാൻ ഇങ്ങനൊരു ഹോളുണ്ടാക്കി. കണ്ടോ, ഇങ്ങനൊരു ഹോളുണ്ടാക്കി. ഹോളായില്ലേ? ഒരു ഹോളുണ്ടാക്കി, കണ്ടില്ലേ? ഈ ഒരു ഹോളിൽ കൂടെ ഞാൻ കയറിയാൽ എനിക്കൊരു പക്ഷേ എയിലെത്താം, ബിയിലെത്താം, സിയിലെത്താം, ഡിയിലെത്താം. കാരണം എന്താണ്? കണ്ടില്ലേ, എ ബി സി ഡി 4 ഭാഗത്തും ഹോള് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ചേർന്നിരിക്കുമ്പോൾ എനിക്ക് ഓരോ ടൈം ലൈനിലോട്ട് പോകാനുള്ള പോർട്ടൽ അയക്കുകയാണ്. ഇപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന
ഈ ഒരു പോർട്ടൽ എയിൽ നിന്ന് പ്രവേശിച്ച് അറിയാതെ ഞാൻ ഇവിടെ എത്തുകയാണ്. അപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെട്ട ഞാൻ അവിടെ നിന്ന് അവിയൽ തിന്നേണ്ടി വരും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സാധനം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരെണ്ണം കഴിക്കുന്നത്. എന്നിട്ട് നല്ല വിഷന്നായിരിക്കും ഞാൻ ഒരു പക്ഷേ ബിയിൽ കയറുന്നത്. പക്ഷേ ആ പോർട്ടലിൽ കൂടെ ഞാൻ കയറി എത്തുന്നതോ വെള്ളം മാത്രം കുടിച്ചിട്ടാണ് റിയാലിറ്റി. പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ അവിടെ ആ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞത്. അതായത് ഇനിയിപ്പോൾ ഞാൻ കഴിച്ച കാര്യം മാറ്റി നിർത്തിയിട്ട് ഇത് വസന്തിൻ്റെ ഔട്ട്കം ആയിട്ട് എടുത്തോ. ഒരു റിയാലിറ്റിയിൽ വസന്ത് ആരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഒരു മോശപ്പെട്ട ബന്ധത്തിലുണ്ട്. അത് എ എന്ന് പറഞ്ഞ റിയാലിറ്റി എടുത്തോ. ബി എന്ന് പറഞ്ഞ റിയാലിറ്റിയിൽ വസന്ത് ആരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് നല്ല സൗഹൃദം മാത്രമേ ഉള്ളൂ. സി എന്ന് പറയുന്ന റിയാലിറ്റിയിൽ വസന്തിന് ആരണ്യ എന്ന് പറയുന്ന തൻ്റെ വൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുകൂടാ. ഡി എന്ന് പറയുന്ന റിയാലിറ്റിയിൽ വസന്തിന് ആരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് വലിയ സ്നേഹമൊന്നുമില്ല. പക്ഷേ ആരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വസന്തിൻ്റെ അടുത്ത് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഈ 4 സിറ്റുവേഷനിലും ആരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് വസന്തിൻ്റെ വീട്ടിലോട്ട് ഈ ഒരു ആ ഒരു പെയിൻറ്റിങ് ഗിഫ്റ്റായിട്ട് അയക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? പക്ഷെ 4 റിയാലിറ്റിയിലും വസന്തും ആരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടും ബിഹേവ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിക്ക്. ഇത് 4 കൂടെ ചേർന്നൊരു പോർട്ടലായാലോ. സി എന്ന് പറഞ്ഞ റിയാലിറ്റിയിൽ വസന്തിന് ആരണ്യയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരടുപ്പമില്ല. ഒരടുപ്പമില്ല. പക്ഷെ ആ റിയാലിറ്റിയിലുള്ള വസന്ത് അറിയാതെ എയിലേക്ക് വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം എ എന്ന് പറയുന്ന റിയാലിറ്റിയിൽ വസന്തിന് തൻ്റെ വൈഫിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് മോശപ്പെട്ടൊരു ബന്ധമുണ്ട്. പെട്ടില്ലേ? ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സിനിമയിലുള്ള വസന്തിന് പറ്റിയത്. കാരണം വസന്ത് സ്വപ്നത്തിൽ പോലും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ഇവർ പോയി അവസാനം കയറിയ റിയാലിറ്റിയിലെ വസന്ത് ചെയ്തത്. അവരുമായിട്ടൊരു മോശപ്പെട്ട ബന്ധമുണ്ടായത്. അത് വെച്ച് കാര്യം ഒരു പിടുത്തവും കിട്ടാത്ത ആരണ്യയ്ക്ക് വിഷമം ഉണ്ടാവുകയും നോർമൽ റിയാക്ഷനാണ്. ആരണ്യ അവിടെ നിന്ന് പിണങ്ങിപ്പോവുകയും ഈ റിയാലിറ്റിയിലൂടെ കയറി വേറൊരു റിയാലിറ്റിയിലെത്തുകയും ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഈ പേപ്പർ വെച്ച് പറഞ്ഞ കാര്യം ഈ മനോഹർ എന്ന് പറയുന്ന വ്യക്തി എളുപ്പമായിട്ടും പാടായിട്ടുമെല്ലാം വസന്തിന് പറഞ്ഞു കൊടുത്ത് വസന്തിൻ്റെ കിളി പുറത്തെയാണ്. ഇതെന്താ സംഭവിക്കുന്നത്? ഈ പുള്ളിക്കാരിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് തിയറിയും കഥയൊന്നും കേൾക്കണ്ട, എനിക്ക് എൻ്റെ ഭാര്യ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി, എനിക്ക് കണ്ടുപിടിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് വസന്ത്. അങ്ങനെ ഈ ഒരു സ്ഥലത്തിൻ്റെ ചരിത്രം മനോഹർ പറയുകയാണ്. എന്താണ് ചരിത്രം? അപ്പോൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ അവിടെ ഒരു രഹസ്യമായിട്ടുള്ള ഒരു പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ടെന്നും അതുപോലെ അവിടെ ഒരു അപകടത്തെ തുടർന്ന് അത് അടച്ചുപൂട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പരീക്ഷണമെന്ന് അറിയത്തില്ല. പക്ഷേ ആ ഒരു അപകടത്തിനെ തുടർന്ന് അവിടെ നടത്തിയിരുന്ന പരീക്ഷണത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് അവിടെ ഈ റിയാലിറ്റിയിൽ ഒരു വേം ഹോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി. ഈ വേം ഹോൾ ആക്റ്റീവ് ആവുന്നത് 60 വർഷങ്ങൾ കഴിഞ്ഞ് വരുന്ന ഈ ഒരു സൂപ്പർ മൂണിൻ്റെ വെളിച്ചത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ മനോഹർ പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ വസന്ത് റിക്കളക്ട് ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്. എന്താണ്? ഈ ക്ലൗഡ്സ് വന്നിട്ട് സൂപ്പർ മൂണെ മൂടുന്ന സമയത്ത് അവിടെ ആ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് മാറി നോർമൽ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വസന്തിൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് മനോഹർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അതുവരെ ഉണ്ടായ കാര്യങ്ങൾ അണച്ച ക്യാൻഡിലുകൾ വീണ്ടും കത്തിയതെങ്ങനെ, അപ്പുറത്തെ വീട്ടിൽ പോയപ്പോൾ തട്ടിയിട്ട ചെടിച്ചട്ടി അവരുടെ സ്വന്തം വീട്ടിൽ വന്ന് വീണതെങ്ങനെ, അതുപോലെ തന്നെ പ്രൈമിലുള്ള അതായത് മെയിനായിട്ടുള്ള വസന്ത് മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന വസന്തിൻ്റെ വേറെ വെർഷൻ പ്രവർത്തിച്ചതെങ്ങനെ, അത് ആരണ്യയുടെ കൂട്ടുകാരിയോട് സംസാരിച്ചതെങ്ങനെ, ഇതെല്ലാം വസന്തിന് കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ എത്രയും പെട്ടെന്ന് ആരണ്യെ തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് വസന്ത് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞായിരുന്നു, ആരാണ് ഈ മനോഹർ എന്ന് പറയുന്ന ആൾ പറഞ്ഞായിരുന്നു, ആ പോർട്ടൽ 45 മിനിറ്റ് നേരം മാത്രമേ ഇനി തുറന്നിരിക്കുകയുള്ളൂ. കാരണം ഈ സൂപ്പർ മൂൺ അതിൻ്റെ എഫക്റ്റ് ഫുള്ളായിട്ട് നിൽക്കുന്നത് 45 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ അതിനുള്ളിൽ പോർട്ടലിൽ കൂടെ കയറി ഇറങ്ങി ആ കറുത്ത ഏരിയയിൽ കൂടെ കയറി ഇറങ്ങി ഒറ്റയ്ക്കുള്ള ആരണ്യെ തപ്പിപ്പിടിച്ചെടുക്കണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി വസന്ത് പോവുകയാണ്. ഇവിടെ വെച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വസന്തിന് 2 തവണയാണ് ദേജാവു ഫീൽ ഉണ്ടാകുന്നത്. ഒന്ന് ആ ഒരു പ്രതിമയുടെ മുമ്പ്, ആ ഒരു ഏഞ്ചലിൻ്റെ പ്രതിമയുടെ മുമ്പേ എത്തിയപ്പോൾ. 2 ജനറേറ്റർ ഓണാക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് ഫ്ലിക്കറിങ്. ഇതിൻ്റെ കാര്യം എന്തെന്നറിയോ? വസന്ത് പാരലൽ ടൈം ലൈനെക്കുറിച്ചും പോർട്ടലിനെക്കുറിച്ചും തൻ്റെ ഫ്യൂച്ചറിൽ നടന്ന കാര്യത്തെക്കുറിച്ചുമെല്ലാം തൻ്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളുടെ കാരണം എന്തെന്നല്ല ആരണ്യയ്ക്കും വസന്തിനും ഇടയിൽ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് വസന്തിനാണ്. അതുകൊണ്ട് തന്നെയാണ് വസന്തിന് ഈ ഒരു പ്രതിമയെ കണ്ടപ്പോഴും അതുപോലെ ആ ലൈറ്റ് ഫ്ലിക്കറിങ് ഉണ്ടായപ്പോഴും ഈ ഒരു ദേജാവു ഉണ്ടായത്. അതെങ്ങനെ ശരിയാവും അല്ലേ? ഇപ്പം അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളൊരു ഡയറക്ടറുടെ സിനിമ കാണാൻ പോയപ്പോഴത്തേക്കും അവിടെ വെച്ച് കാണുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. അവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് നേരം സംസാരിക്കുന്നു. അയാൾ വന്ന് നിങ്ങളുടെ ഒപ്പ് വരുന്ന ആ സിനിമ കാണുന്നു. ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന് അല്ലേ?
അതൊരു പീക്ക് ലെവൽ ഇമോഷനാണല്ലേ. സ്നേഹമാണെങ്കിൽ പീക്ക് ലെവലായിട്ടുള്ളൊരു സ്നേഹമാണത്. നിങ്ങളുടെ മനസ്സിലതിങ്ങനെ കിടക്കും. അതുകൊണ്ട് തന്നെ പിന്നെ എപ്പോഴൊക്കെ നിങ്ങൾ ആ ഡയറക്ടറുടെ പേര് കേൾക്കുമോ, പിന്നെ എപ്പോഴൊക്കെ ആ ഒരു സിനിമ നിങ്ങൾ കാണുമോ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഓർമ്മ വരും അല്ലേ. നിങ്ങൾ ആ ഒരു തിയേറ്ററിലിരുന്ന ഓർമ്മ വരും, നിങ്ങൾ ആ സിനിമ കണ്ട ഓർമ്മ വരും അല്ലേ. ഏകദേശം അതുപോലെ തന്നെയാണ് ആ ഒരു സ്റ്റാച്യുവിൻ്റെയും പ്രാധാന്യം. ഫ്യൂച്ചറിലുള്ള വസന്തിനുണ്ടായ ആ ഒരു എഫക്റ്റ്, തൻ്റെ പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ ആ വസന്ത് അവെയർ ആയിരുന്നപ്പോഴത്തേക്കും ഇവർക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ടായി, ഫ്യൂച്ചർ സെൽഫും പാസ്റ്റ് സെൽഫുമായിട്ട്. ആ ഒരു കണക്ഷൻ നിലനിന്നത് കൊണ്ട് തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം അറിയുന്നതിന് കാരണമായത് ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രതിമയുടെ അടുത്ത് വെച്ച് ആ പഴയ കാറ് പോണത് കണ്ടതാണ്. ഇത് തൻ്റെ ഫ്യൂച്ചർ സെൽഫിൽ വസന്ത് എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു കാര്യം പാസ്റ്റ് സെൽഫിലുള്ള വസന്തിന് ദേജാവു കണക്ക് വന്നു. ഇതുപോലെ തന്നെയാണ് ആ ജനറേറ്റർ ഇടാൻ പോയ ലൈറ്റ് ഫ്ലിക്കറിങ്ങിലും വസന്തിന് ദേജാവു ഉണ്ടാവാനായിട്ടുള്ള കാരണം. ഇതായിരിക്കണം, ഇതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവാം, അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വസന്ത് അവിടെ പോകുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് ആരണ്യെ കണ്ടുപിടിക്കണം, അത് മാത്രമാണ് തൻ്റെ ലക്ഷ്യം എന്ന് വസന്ത് മനോഹറിനോട് പറഞ്ഞപ്പോഴത്തേക്കും മനോഹറിന് കഷ്ടം തോന്നിയിട്ടാവണം. മനോഹർ എന്താ പറയുക, വസന്തിനോട് പറയുകയാണ്, 45 മിനിറ്റ് മാത്രമേ നിനക്ക് നിൻ്റെ വേണ്ടപ്പെട്ട ആരണ്യെ കണ്ടുപിടിക്കാനായിട്ടുള്ള നിമിഷം ഉണ്ടാവുള്ളൂ. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഈ റിയാലിറ്റിയിൽ നീ ആരണ്യെ തേടുന്നത് പോലെ ഏത് റിയാലിറ്റിയിലാണോ ആരണ്യെ പോയേക്കുന്നത് അവിടെ വെച്ച് ആരണ്യം ഒരു പക്ഷേ നിന്നെ തേടിക്കൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ ഈ 45 മിനിറ്റിനുള്ളിൽ ഒറ്റയ്ക്കുള്ള ഒരു ആരണ്യെ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരൊറ്റ കാര്യമേ നീ ചെയ്താൽ മതി, ഒരൊറ്റ കാര്യം നീ ചെയ്താൽ മതി. എന്ത്? ഒരു റിയാലിറ്റിയിൽ ഒരു വസന്തും ഒരു മനോഹറും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് തനിക്ക് നഷ്ടപ്പെട്ട ആരണ്യെ കണ്ടു കിട്ടിയില്ല എങ്കിൽ പിന്നെ ഈ 45 മിനിറ്റ് ക്ലോസ് ആകുന്നതിന് മുൻപ് ഈ ഒരു ആരണ്യം വസന്തും കൂടെയുള്ള ഏതെങ്കിലും ഒരു റിയാലിറ്റിയിൽ കയറി ചെന്നിട്ട് ആ റിയാലിറ്റിയിൽ പോയി അവിടെയുള്ള വസന്തിനെ തീർത്താൽ മതി. ആ ആരണ്യ നിനക്ക് സ്വന്തമായിക്കൊള്ളും, മെയിൻ വസന്തിന് സ്വന്തമായിക്കൊള്ളും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രയും നേരം നമുക്ക് മനസ്സിലാവായിരുന്നൊരു കാര്യം സിനിമയുടെ തുടക്കത്തിൽ വേറൊരു വസന്ത് വന്നിട്ട് വേറൊരു വസന്തിനെ, മെയിൻ വസന്തിനെ എടുത്തിട്ട് ഇടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അത് നമുക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ആരണ്യ ജനറേറ്റർ റൂമിൽ വെച്ച് ഒരാളെ കണ്ട് പേടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ആരണ്യെ തേടി ഈ ഒരു കറുത്ത ഏരിയയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന മെയിനായിട്ടുള്ള വസന്തിനെയാണ് ആരണ്യ അവിടെ വെച്ച് കണ്ടത്. അങ്ങനെ 45 മിനിറ്റായിട്ടും ആരണ്യെ കണ്ടു കിട്ടാതെ ആയപ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു എന്താ പറയുക വസന്തിനെ ഉന്മൂലനം ചെയ്തിട്ട് ആ ആരണ്യെ സ്വന്തമാക്കാമെന്നുള്ളത് കൊണ്ടാണ് വസന്ത് ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന വസന്തിനെ ആക്രമിക്കുന്നത്. അതാണ് 2 ജീവൻ നടികൂടുന്ന ആ സീൻ വരാൻ കാരണം. അവിടെ അടിക്കാൻ വന്ന ജീവ ഫുൾ കാര്യങ്ങൾ മനസ്സിലാക്കി, മനോഹറിൻ്റെ മനസ്സിലാക്കേണ്ട കാര്യവും മനസ്സിലാക്കിയിട്ട് അവിടെ വന്നിട്ട് ആരണ്യെ സ്വന്തമാക്കാൻ നടത്തിയ ഒരു ശ്രമമായിരുന്നുവെന്ന് പിന്നീട് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തനിക്ക് മനോഹറിൽ നിന്ന് കിട്ടിയിട്ടുള്ള നോളജും ഈ ഒരു പോർട്ടലിൻ്റെ ഈ യൂസേജും എല്ലാം നല്ല രീതിക്ക് വസന്ത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു ക്രിട്ടിക്കൽ സമയത്ത് വെച്ചിട്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് സമയത്ത് വെച്ചിട്ട് ആരണ്യ വസന്തിനെ തേടി വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പി ആവുന്നു, സൂപ്പർ മൂൺ പോകുന്നു, ആ ഒരു കറുത്ത ഏരിയയും മാറുന്നു. അങ്ങനെ വസന്ത് ഓക്കെ ആരണ്യ തിരിച്ചെത്തിയല്ലോ, സന്തോഷമായി. അങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത മെയിൻ ട്വിസ്റ്റ്. വസന്തിന് നഷ്ടപ്പെട്ട ആരണ്യയല്ല ഈ വന്നേക്കുന്നത്, മറ്റൊരു റിയാലിറ്റിയിലുള്ള ആരണ്യാണ് തൻ്റെ കൂടെ വന്നതെന്ന് മനസ്സിലാക്കിയ വസന്തിന് വീണ്ടും കൺഫ്യൂഷനായി. അങ്ങനെ വസന്ത് ഒരു റെസ്റ്റ് റൂമിലോട്ട്, ഒരു എന്താ പറയുക, ഒരു പമ്പിലുള്ള ഒരു റെസ്റ്റ് റൂം, ഒരു പമ്പിലുള്ളൊരു റെസ്റ്റ് റൂമിൽ കയറി എന്താ സംഭവിക്കാമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴാണ് വേറൊരു വസന്ത് വന്നിട്ട്, ഈ 2 വസന്തുകൾക്കിടയിൽ ഒരു പിടിവലി ഉണ്ടായിട്ടുണ്ടാവണം, അവനെ ആ ഒരു റെസ്റ്റ് റൂമിൻ്റെ അകത്തിട്ട് അടച്ചു പൂട്ടിയിട്ടാണ് ഈ വസന്ത് വന്നിട്ട് ആരണ്യ എടുത്ത് കയറുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ മുന്നിൽ വരുന്ന ചോദ്യം, ഈ വണ്ടിക്കകത്ത് വന്ന് കയറിയത് ഏത് വസന്ത, ഏത് റിയാലിറ്റിയിലുള്ള വസന്ത? നമ്മുടെ മെയിൻ വസന്താണോ? പക്ഷേ ആ ഒരു വസന്തിൻ്റെ മുഖത്തെ എക്സ്പ്രഷനും മുഖത്തെ വില്ലേനിയസ് ആയിട്ടുള്ളൊരു ചിരിയും വെച്ചിട്ട് നമുക്ക് വേണേൽ ഇങ്ങനെ പറയാം, ആരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് മോശപ്പെട്ട ബന്ധമുണ്ടായിരുന്നൊരു വസന്ത് ഉണ്ടായിരുന്നല്ലോ, ആ വസന്തായിരിക്കും മിക്കവാറും വന്ന് ആ ചിരി ചിരിച്ചത്. കാരണം ആ ഒരു ചിരിയിലൊരു വില്ലൻ്റെ ചിരിയും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്തോ സാധിച്ചതിൻ്റെ ഒരു ചിരിയും ഉണ്ടായിരുന്നു. കാരണം ആ ഒരു എന്താ പറയുക, ആരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് മോശപ്പെട്ട ബന്ധം ഉണ്ടായിരുന്ന ആ ഒരു വസന്തിനൊരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണല്ലോ. കാരണം എന്താണ്, ഈ ആരണ്യയ്ക്ക് അവർക്കിടയിലുള്ള ആ ഒരു ബന്ധമൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ക്ലീൻ സ്റ്റാർട്ട് ഈ വില്ലൻ വസന്തിന് കിട്ടുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലാസ്റ്റിൽ വന്നു കയറിയ വസന്ത് നമ്മുടെ മെയിൻ വസന്തല്ല, ആരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ആ ഒരു അഫെയർ ഉണ്ടായിരുന്ന വസന്താണ് ആ ലാസ്റ്റിൽ വന്നത്. കാരണം എന്താണ്,
പാരലായിട്ട് ഒരു ഈവൻറ്റ് തന്നെ പല രീതിക്ക് നടക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വില്ലൻ വസന്ത്, അതായത് ഈ ഒരു അഫെയർ ഉണ്ടായിരുന്ന വസന്തും ഉറപ്പായിട്ടും മനോഹറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവണം. മനോഹറിൻ്റെ ആ മെയിൻ ആയിട്ടുള്ള സംഭവം കേട്ടിട്ടുണ്ടാവും. എന്ത്? ഒരു റിയാലിറ്റിയിൽ ഒരു വസന്തേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അത് ഈ വസന്ത് ചെയ്തു. ആ റിയാലിറ്റിയിൽ അഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന മെയിൻ വസന്തിനെ തട്ടിയിട്ട് ഈ വസന്ത് തൻ്റെ ലൈഫ് ഈ ആരണ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര കൺഫ്യൂസിങ് ആണ്. പക്ഷേ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് ഓരോ നിമിഷവും ആ ഒരു സിനിമയിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിക്ക് നമ്മുടെ ഡയറക്ടർ ഈ ഒരു സിനിമ വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. ഒരൊറ്റ സീൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എത്ര നേരം വേണ്ടി വന്നു അല്ലേ? അതാ ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് തന്നെയാണ്. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്തെന്നറിയോ? ഇംഗ്ലീഷിൽ കൊഹറൻസ് എന്നും പറഞ്ഞൊരു സിനിമയുണ്ട്. ഈ കൊഹറൻസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു അഡാപ്റ്റഡ് ഫിലിമാണിതെന്ന് പറയുന്നുണ്ട്. കാരണം അതിലുള്ള ചില സീനുകളൊക്കെ എഴുതിയുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാര്യം പറയട്ടെ, കൊഹറൻസിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിരുന്ന് കാണേണ്ട ഒരുപാട് സീനുകളുണ്ട് ആ ഒരു ഇംഗ്ലീഷ് ഫിലിമിൽ. പക്ഷേ കൊഹറൻസ് എത്ര ടഫാണോ അതിനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഡയറക്ടർ ഇത് ക്രാഫ്റ്റ് ചെയ്തത്. അത് ഈ ഡയറക്ടറുടെ മിടുക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഒന്നുകൂടെ ആ സിനിമ കാണുക. കാരണം കാണുന്ന ഓരോ നിമിഷവും എൻ്റെ അഭിപ്രായത്തിൽ വർത്തിയായിട്ടുള്ളൊരു ഫിലിമാണ് ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള ചില വിശേഷങ്ങൾ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ NFOയുടെ കാര്യം മറക്കണ്ട കേട്ടോ. December 1 ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ടാക്സ് ബെനിഫിറ്റുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി വായിച്ചൊക്കെ മനസ്സിലാക്കുക, ഒന്ന് നോക്കുക. അപ്പോൾ ഈ ബ്ലാക്ക് എന്ന് പറയുന്ന ഇതുപോലത്തെ ഫിലിംസ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഈ ഒരു ഫിലിംസ്, കാരണം ഇതിനെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാനുള്ള കാര്യം എന്തെന്നറിയോ? ആദ്യം കുറച്ച് നേരം നമ്മൾ വിചാരിക്കും ഇതൊരു ടൈം ലൂപ്പ് സിനിമയാണെന്ന്. പിന്നെ നമ്മൾ വിചാരിക്കും ഇതിൽ എന്താ പറയുക വേറൊരു സംഭവമാണ് ഈ കാണുന്നതെന്ന്. പിന്നെ നമ്മൾ വിചാരിക്കും ടൈം ട്രാവലാണെന്ന്. പക്ഷെ ലാസ്റ്റിൽ പോകുമ്പോഴേ നമുക്ക് ഇത് സംഭവം പാരലൽ റിയാലിറ്റി, ഇതിൽ പോർട്ടലിൻ്റെ കാര്യം വരുന്നുണ്ടെന്നെല്ലാം മനസ്സിലാക്കും. അത് ലാസ്റ്റ് വരെ നമ്മുടെ ഒരു അറ്റൻഷൻ, ക്യൂരിയോസിറ്റി അതെല്ലാം ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ സാധിച്ചായിരുന്നു ഈ ഒരു ഫിലിമിന്. അപ്പോൾ ഇതുപോലത്തെ കഥയുള്ള ഈ ഒരു വെറൈറ്റി സ്റ്റോറിയുള്ള സിനിമകൾ ഏതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഏതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ